നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുവൈറ്റിൽ ഏറെ ആശങ്കകളാണ് നിലനിന്നിരുന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് കടുത്ത നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന മന്ത്രിസഭ വിവാദങ്ങൾ ഏറെ സൃഷ്ടിച്ചിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് ഇനി വിസ നീട്ടി നൽകില്ലെന്ന് വരെ അവർ തീരുമാനങ്ങൾ പുറത്തിറക്കി. എന്നാൽ ഇപ്പോഴിതാ ഇത് പ്രവാസികൾക്കേറെ സന്തോഷ വാർത്തയാണ്. കുവൈറ്റിൽ പുതിയ മന്ത്രിസഭയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു. അമീർ ഷേഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അസ്ബാഹാണ് മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകിക്കൊണ്ട് രംഗത്തെത്തിയത്. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയുണ്ടായി. തലാൽ ഖാലിദ് അൽ അഹമ്മദ് അസബാഹ് ഉപപ്രധാനമന്ത്രി, പ്രതിരോധ നിയുക്ത ആഭ്യന്തരമന്ത്രി എന്നിവയായി പ്രവർത്തിക്കുന്നതായിരിക്കും. ഡോക്ടർ അഹമ്മദ് അബ്ദുൽ ലത്തീഫ് അൽ സാരിഫ് ഉപപ്രധാനമന്ത്രിയായിരിക്കും. എണ്ണകാര്യ, സ്റ്റേറ്റ് ഫോർ ക്യാബിനറ്റ് അഫയേഴ്സ് എന്നീ കാര്യങ്ങൾ കൂടി അദ്ദേഹം നോക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഡോക്ടർ അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അസബാഹ് ആയിരിക്കും വിദേശകാര്യമന്ത്രിയായിരിക്കുക. ഭവന നഗരവികസന മന്ത്രിയായി ഈസ് അൽക്കന്താരിയെ നിയോഗിക്കുകയും ചെയ്തു. വാർത്താവിനിമയ വിവരസാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ റെന അബ്ദുള്ള അൽ ഫാരിസിനെ നിയോഗിക്കുകയും ചെയ്തു. സാംസ്കാരികം, യുവജനക്ഷേമം എന്നീ വകുപ്പുകൾ അബ്ദുറഹ്മാൻ ബദ്ദാഹ് അൽ മുത്തരിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ, ഉന്നത വിദ്യാഭ്യാസ, ശാസ്ത്ര ഗവേഷണം എന്നീ വിഭാഗങ്ങൾ ഡോക്ടർ അലി ഫഹദ് അൽ മുഹ്തഫ് കൈകാര്യം ചെയ്യും. അതേസമയം കുവൈറ്റ് കിരീടാവകാശി ഷേഖ് മിഷാൽ അൽ അഹമ്മദ് നവാഫ് അൽ ജാബിർ അസബാഹിനെ പ്രധാനമന്ത്രി ഷേഖ് അഹമ്മദ് അൽ ജാബിർ അസബാഹ് സന്ദർശനം നടത്തി. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചർച്ച ചെയ്യുകയുണ്ടായി. ബയാൻ പാലസിലായിരുന്നു കൂടിക്കാഴ്ച. നിലവിലുണ്ടായിരുന്ന കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിടുകയും ചെയ്തു. കിരീടാവകാശി ഷേഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹാണ് പിരിച്ചുവിട്ടത്. അമീറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.